ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രം, അതായത് നമ്മൾ വളക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ചെടി വെക്കുന്ന കടകളിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നൊരു സാധനമാണ്. ഇതിന് ഇത്രയും വലിയൊരു ഹോളിടണം. ഇത് ഹോളിടുന്നൊരു ടാസ്ക്കാണ്. എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന വിധം ഒരു ഹോളിടണം. വലിയ ഹോൾ തന്നെ ആയിരിക്കണം. പിന്നെ വേണ്ടത് കിണറിൻ്റെ വലയാണ്. കിണർ കണ്ട, ഇത് കിണറിൻ്റെ വലയാണ്. വല ഡബിളായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു സിംഗിള് ഡബിളായിട്ട് മടക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഇങ്ങനത്തെ കല്ല്. അത് നിങ്ങൾക്ക് ഏത് കല്ല് വേണമെങ്കിലും നിങ്ങളുടെ ഇതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഫിൽറ്റർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു കിട്ടിയപ്പോൾ ഞാൻ വെച്ചതേ ഉള്ളൂ. ഞാൻ തുളയിടണം. കണ്ടോ, തുളയിടണം. പിന്നെ അത് കിട്ടിയില്ലേ നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഇതേ മോഡൽ ചെയ്താൽ മതി. ഇത് പിന്നെ ഐസ്ക്രീം പാത്രം അങ്ങനെയൊക്കെ ആണല്ലോ, അത് കുറച്ച് തുള്ളിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ ഈ വല ഞാൻ കഴുകിക്കൊണ്ട് വരട്ടെ. ഇത് ഇപ്പം ഫിറ്റ് ചെയ്തിരുന്നു, പിന്നെ ഞാൻ റീഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയില്ല. ഒരു സെക്കൻഡേ. ഇതിനെക്കൊണ്ടുള്ള ഗുണം എന്താ പറഞ്ഞാൽ കംപ്ലീറ്റ് ഇത് പിന്നെ ഇതിനകത്തങ്ങാവും. എന്ത്, ഈ അക്വേറിയത്തിലെ മൊത്തം കച്ചറകളും. ഞാൻ ആദ്യം വെച്ചത് ഇതായിരുന്നു കേട്ടോ. ഇതെനിക്കൊരു ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയത്. അപ്പോൾ ഇത് വെച്ച് കൊടുത്തു. ഇതിന് ചുറ്റും തുള വെച്ചെടുത്ത്. തുള കൂടുതലില്ല, നോക്കാം. ഈ കല്ലിട്ട് വെച്ചിരുന്നത് ഇതിനൊരു ഉറപ്പിന് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചെടുക്കുകയാണ് ഈ കല്ല്. നിങ്ങളെ യുക്തിപരമായിട്ട് എന്ത് വേണേൽ ചെയ്യാം. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നിങ്ങൾ പിന്നെ ഇതൊന്ന് വലയൊക്കെ ഒന്ന് കഴുകണം. ഒരു മാസമൊക്കെ പിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ മോട്ടറിന് അങ്ങനെ ഒരു പൈപ്പ് ഇടും. ഇത് പ്ലംബിങ് കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പൈപ്പ് കിട്ടും മോട്ടറിന്. ഇതങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് തങ്ങാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ വെച്ചാൽ വെള്ളം അടിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്ലാസ്സിന് ഇങ്ങനെ കട്ട് ചെയ്തൊരു തുള തുളയ്ക്കേണ്ടി വരും. ഒരു ചതുരത്തിലുള്ള തുള തുളച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചാലും മതി, ഇങ്ങനെ വെച്ചാലും മതി. അപ്പം കംപ്ലീറ്റ് കിട്ടും. അങ്ങനെ ചെയ്താലും മതി. അതൊക്കെ നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇപ്പം ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇല്ല, അതിൽ കൂടി ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നിങ്ങളത് എൻ്റെ ചാനലിൽ പോയി കാണാം. പിന്നെ നിങ്ങൾ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം. അടുത്ത ചെറിയ ചെറിയ ടെക്നിക്കുകളായിട്ട് ഞാൻ വരും. പിന്നെ ഇതിനകത്ത് നമുക്ക് മണി പ്ലാന്റൊക്കെ വെക്കാം കേട്ടോ. ഇത് 24 മണിക്കൂർ വർക്ക് ചെയ്യിക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂർ വർക്ക് ചെയ്യിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ രാത്രി നമുക്കൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത്, അതിനോട് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ ദിവസം അവർ അത് ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്യും. അതുകൊണ്ട് പേടിക്കാനില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഓണാക്കുമ്പോൾ അത് ഓണാവും. അങ്ങനെയാണ് അതിൻ്റെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.